പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ നിർദ്ദേശം കൊടുത്ത അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ പറയണം ശരി ഞാനാണ് കൊടുത്തത്, അല്ലെങ്കിൽ അല്ല ഇന്നാളാ ചെയ്തതെന്ന് പറയണം. ഭരണപക്ഷത്തിന്റെ കീഴടങ്ങലിന്റെ ഭയപ്പെട്ടോടുന്നതിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രയാസപ്പെടുന്നതിന്റെ കഴിയാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ ഏറ്റവും വലിയ വേദിയായിട്ടാണ് ഈ പാർലമെന്റ് സമ്മേളനം മാറിയത്. അത് ലോക്സഭയിലും രാജ്യസഭയിലും എന്നാണ്. ഡൽഹിയിലത്തെ ഈ പോലീസ് അതിക്രമങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തത് ആരാണ്? ആഭ്യന്തരമന്ത്രിയാണോ? ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് ഡൽഹി പോലീസ്. ആഭ്യന്തരമന്ത്രിയാണോ? അല്ലെങ്കിൽ അത് വേറെ ആരാണ്? ഇത് ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് പറയണം. ഇതാണ് ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെട്ടത്. രണ്ടാമത് കൃത്യമായിട്ടും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ സംഭാവന കൊള്ള അത് ചർച്ച ചെയ്യണം. പ്രധാനമന്ത്രി നേരിട്ട് നിശ്ചയിച്ച ഒരു ട്രസ്റ്റാണ് അവിടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് രാജ്യത്തിലെ കോടാനുകോടി ജനങ്ങൾ കാണിക്കയായിട്ട പണം ആരാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് സത്യത്തിൽ അയോധ്യയിലെ ഒരു സംഭാവന കൊള്ള മാത്രമല്ല, ഓരോരോ വീട്ടിലെയും കൊള്ള കൂടിയാണ്. ഓരോ വീട്ടിൽ നിന്നും സംഭാവനയായിട്ട് അവിടെ ചെന്നിട്ടുണ്ട്. മൂന്നാമത് പ്രധാനമന്ത്രി മാപ്പ് പറയാം. ഈ മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ പ്രതിപക്ഷം സമരരംഗത്തേക്ക് വന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട 20-ാം തീയതി സമ്മേളനം തുടങ്ങിയത്. അന്ന് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ സഭ പിരിഞ്ഞു. 21 മുതൽ ഇന്ന് പിരിയുന്ന 13 വരെ 18 പ്രവൃത്തി ദിവസങ്ങളുണ്ടായിരുന്നു. ഈ 18 പ്രവൃത്തി ദിവസങ്ങളിൽ 17 എണ്ണത്തിലും അമിത്ഷാ ഹാജരായില്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവിടെ വരാൻ ധൈര്യമില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. പാർലമെന്റിൽ വന്ന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമില്ലായിരുന്നു. ഏറ്റവും വലിയ ധീരശാലിയാന്ന് പറയുന്ന അമിത്ഷാ പാർലമെന്റിൽ നിന്നും ഒളിച്ചോടുന്ന കാഴ്ചയാണ് ഇന്ത്യൻ പാർലമെന്റ് കണ്ടത് കഴിഞ്ഞ 17 ദിവസമായിട്ട്. മിനിഞ്ഞാന്ന് അദ്ദേഹം സ്പീക്കർക്ക് ഒരു പ്രേമലേഖനം അയച്ചു കൊടുത്തു. സ്പീക്കർക്ക് അയച്ചു കൊടുത്ത പ്രേമലേഖനത്തിൽ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്, അതിനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റുമോ എന്ന് പ്രതിപക്ഷത്തോട് ചോദിക്കണം. സ്പീക്കർ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ പരിപാടി എന്താണ്, ഇങ്ങനെ കത്ത് കിട്ടിയിട്ടുണ്ട്. എന്റെ കത്ത് നേരത്തെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്പീക്കർക്ക് ഞാൻ കത്ത് കൊടുത്തിരുന്നു. അമിത്ഷായെ രാജ്യസഭയിൽ ചെയർമാൻ പറഞ്ഞു, ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ വികാരം മന്ത്രിയെ അറിയിക്കണം, ആര് പാർലമെന്ററി മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം എന്ന് രാജ്യസഭയിൽ ചെയർമാൻ പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തു. സ്പീക്കർ പറയണം പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററോട് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് സഭയിൽ വന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ചോദ്യത്തിന് ഉത്തരം തരണം. സിമ്പിളല്ലേ ചോദ്യം? പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ നിർദ്ദേശം കൊടുത്ത അമിത്ഷാ ആണെങ്കിൽ അമിത്ഷാ പറയണം ശരി ഞാനാണ് കൊടുത്തത്, അല്ലെങ്കിൽ അല്ല ഇന്നാളാ ചെയ്തതെന്ന് പറയണം. അയാൾ തയ്യാറാവാതെ എന്നിട്ട് എന്ത് ചെയ്തു? അതൊന്നും തയ്യാറാവാതെ മിനിഞ്ഞാന്നൊരു കത്ത് എഴുതിയിട്ട് സ്പീക്കർ കൊടുത്തു. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. എല്ലാ ദിവസവും രാജ്നാഥ് സിംഗ് സഭയിലിരിക്കും, നിങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മന്ത്രിയല്ലേ. രാജ്നാഥ് സിംഗ് സഭയിൽ വന്ന് ഇരിക്കാനും അദ്ദേഹം ഇടപെടുന്നുമുണ്ട് ചില കാര്യങ്ങളിൽ. അമിത്ഷായ്ക്ക് വന്ന ഈ കത്ത് കൊടുക്കുന്നതിന് പകരം സ്പീക്കർക്ക്, അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം പാർട്ടി നിശ്ചയിച്ച സ്പീക്കർക്ക് കത്ത് കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന് സഭയിൽ വന്നിരുന്ന് പറഞ്ഞുകൂടെ, ഇതാ ഞാൻ തയ്യാറാണ് ചർച്ചയ്ക്ക്, നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. നിർഭയനാണെങ്കിൽ അതല്ലേ പറയേണ്ടത്. അതിന് പകരം വളഞ്ഞ വഴിയിലൂടെ സ്പീക്കർക്ക് കത്തെഴുതി കൊടുത്തിട്ട് തടി തപ്പുകയല്ലായിരുന്നോ അമിത്ഷാ ചെയ്തത്? എന്നിട്ട് ഇന്ന് എന്താ സംഭവിച്ചത്? ഇന്ന് സഭ പിരിയുന്ന ദിവസമാണ്. സാധാരണ പിരിയുന്ന ദിവസം സ്പീക്കറുടെ റെഫറൻസ് മറ്റെന്തെങ്കിലും ലേ ഉണ്ടെങ്കിൽ, പേപ്പർ ലേ ഉണ്ടെങ്കിൽ അതും ചെയ്യും. സ്പീക്കറുടെ റെഫറൻസ്, അത് കഴിഞ്ഞ് വന്ദേ മാതരം. പക്ഷേ ഞങ്ങൾ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. ഈ വന്ദേ മാതരത്തിന് വേണ്ടി മാത്രം ഇന്ന് അമിത്ഷാ അവിടെ വന്നിരിക്കുകയാണ്. 17 ദിവസവും മുങ്ങിയ ആഭ്യന്തരമന്ത്രി പൊങ്ങിയത് ഇപ്പോഴാണ്. 1 മിനിറ്റ് നേരത്തെ വന്ദേ മാതരത്തിന്. 17 ദിവസവും പാർലമെന്റിൽ നിന്ന് മുങ്ങിയിട്ടില്ല, ലോക്സഭയിൽ നിന്ന് മുങ്ങിയിട്ടുള്ള ആഭ്യന്തരമന്ത്രി പൊങ്ങിയത് ഈ ഒരു മിനിറ്റ് നേരത്തെ വന്ദേ മാതരത്തിന് കേൾക്കാനായിട്ടാണ്. അത് നടപ്പില്ല. അത് കഴിഞ്ഞിട്ട് ചായ സൽക്കാരത്തിന് ഞങ്ങളെല്ലാം പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആഭ്യന്തരമന്ത്രിയുടെ ചായ സൽക്കാരത്തിന് ഞങ്ങളില്ല. സഭയെ അവഹേളിച്ച, ഈ രാജ്യത്തെ അവഹേളിച്ച, ഈ രാജ്യത്തെ കുട്ടികളെ വെടിവെക്കാൻ ഓർഡർ കൊടുക്കുന്നതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആഭ്യന്തരമന്ത്രി, സഭയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആഭ്യന്തരമന്ത്രി ഇരിക്കുന്ന ചായ സൽക്കാരത്തിൽ അങ്ങനെ ഇരുന്നിട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയായിരുന്നു നമ്മൾ ചെയ്തത്.
ഇതാണ് ഇന്ന് സംഭവിച്ചത്. സത്യത്തിൽ ഈ സഭയിൽ നടന്നത് ജനങ്ങളുടെ വികാരം ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഏറ്റവും കടുത്ത അന്തരീക്ഷം ഉണ്ടായിരുന്നു. അവിടെ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാനെ രാജി കണ്ടതാണ് ഈ സഭ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ പ്രതിപക്ഷ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച പ്രധാനമന്ത്രി, അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കീഴടങ്ങിയിട്ട് അവർ ജനങ്ങളുടെ മുമ്പിൽ തീർത്തും എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് ഈ പാർലമെന്റ് സമ്മേളനം മുഴുവൻ കണ്ടത്. ഭരണപക്ഷത്തിന്റെ കീഴടങ്ങലിന്റെ, ഭയപ്പെട്ടോടുന്നതിന്റെ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രയാസപ്പെടുന്നതിന്റെ, കഴിയാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ ഏറ്റവും വലിയ വേദിയായിട്ടാണ് ഈ പാർലമെന്റ് സമ്മേളനം മാറിയത്. അത് ലോക്സഭയിലും രാജ്യസഭയിലും എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് കൃത്യമായിട്ടും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ തിരക്കിനിടയിലും ഈ ഒരു ബഹളത്തിനിടയിലും സഭ ഓർഡറിലല്ല, ഒരു മിനിറ്റ് വെച്ച് ബില്ല് പാസ്സാക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതും മർമ്മപ്രധാനമായിട്ടുള്ള ബില്ലുകൾ. ഞങ്ങൾ നേരിട്ട് സ്പീക്കറെ കണ്ട് പറഞ്ഞു, പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററെ കണ്ട് പറഞ്ഞു, 2 ബില്ലുകൾ നിങ്ങളതിൽ വാശി പിടിക്കരുത്. സർക്കാരിന് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഭരണം നിർവഹിക്കുന്ന കാര്യത്തിൽ അത്യാവശ്യമായി ഉപകരിക്കേണ്ടതാണെങ്കിൽ മനസ്സിലാക്കുക. കോടാനുകോടി ജനങ്ങളെ ബാധിക്കുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന മൗലികമായ നിയമങ്ങൾ ഇത്തരം ബഹളത്തിനിടയിൽ അപ്പം ചൂടുന്നതുപോലെ പാസ്സാക്കരുത് എന്ന് പറഞ്ഞു. 2 ബില്ലുകൾ പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞു, FCRA ബില്ലും മൈനിങ്ങിന്റെ അമെന്റ്മെന്റ് ബില്ലും. സ്പീക്കറെ കണ്ടു പറഞ്ഞു, മന്ത്രിയെ കണ്ടു പറഞ്ഞു. സ്പീക്കർ പറഞ്ഞു മന്ത്രിയെ കാണാൻ, മൈനിങ് മിനിസ്റ്ററെ കിഷൻ റെഡ്ഡി. പ്രതിപക്ഷം അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്, അറ്റ്ലീസ്റ്റ് ആ ബില്ല് നിങ്ങളൊന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക്, മൈനിങ് ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ബില്ല് എന്താണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ റെസ്ട്രിക്റ്റഡ് ഫ്രം ഇമ്പോസിംഗ് എനി ടാക്സ്. ഏതെങ്കിലും നികുതി, മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ ഏതെങ്കിലും നികുതി ചുമത്തുന്നതിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്ന അധികാരം നൽകുന്ന ബില്ലാണിത്. കേന്ദ്രത്തിന് പൂർണ്ണ അധികാരം നൽകുക. സത്യത്തിൽ മൈനിങ് ലീസ്, മൈനിങ് ടാക്സ്, ഇതൊന്നും ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് പറ്റില്ല. നമ്മുടെ കേരളത്തിന് പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ തീരപ്രദേശങ്ങളിലെല്ലാം മൈനിങ് നടക്കുന്നുണ്ട്, മറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിനൊന്നും സംസ്ഥാന ഗവൺമെന്റിന് നികുതി ചുമത്താൻ പറ്റാതെ അത് നിയന്ത്രിക്കുന്ന ബില്ലാണ് ഈ ബില്ല്. ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ കടന്നാക്രമണം. അപ്പോൾ മൈനിങ് സംസ്ഥാന ഗവൺമെന്റ് കൂടി അനുമതി വേണ്ട മൈനിങ് ലീസ് സെന്ററുകളിൽ ഇനി അതിന്റെ ആവശ്യമില്ല ഫലത്തിൽ. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് മൈനിങ് കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ അധികാരം കവർന്നെടുക്കുന്ന ഒരു ബില്ലാണ് ഈ ബില്ല്. അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒന്നും വിശ്വാസം എടുത്തുകൂടെ? നിങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാളും വിശ്വാസം അഡാനിയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയിട്ടാണ് ഈ ബില്ല് പാസ്സാക്കിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടണമെന്ന് പറഞ്ഞത് അവർ അംഗീകരിച്ചില്ല. അവർക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് വിചാരിച്ച് ഇത്തരം ബുൾഡോസ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായത്. ഇത് സംശയമില്ല, സംസ്ഥാന ഗവൺമെന്റുകൾ ഇതിന് ചോദ്യം ചെയ്തുകൊണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൃത്യമായിട്ടും ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ബില്ലാണ് ഈ ബില്ല്. ഫെഡറൽ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ബില്ലാണിത്. ലാൻഡ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ലാൻഡ്, ആ ലാൻഡ് ടാക്സിന് സംസ്ഥാന ഗവൺമെന്റ് അധികാരം കവർന്നെടുക്കാൻ എന്ത് അധികാരമാണുള്ളത് ഈ ബില്ലിൽ? ഈ ബില്ലിലെ അധികാരം എങ്ങനെയാണ് നടപ്പിലാക്കുക? അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് നിയമ കോടതികളെ സമീപിക്കും. ഗവൺമെന്റ് ഈ ചുളുവിൽ ഇത് പാസ്സാക്കിയെടുക്കാൻ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ആർക്ക് വേണ്ടിയാണ് പാസ്സാക്കുന്നത്? 3 കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 കമ്പനി രജിസ്റ്റർ ചെയ്താക്ക് വേണ്ടിയിട്ട് പാസ്സാക്കാൻ വേണ്ടി ആ ഫ്രണ്ടിന് വേണ്ടി ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് ഇതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ FCRA ബില്ല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, RSS അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എത്ര വിദേശ സംഭാവന വാങ്ങിക്കുന്നുണ്ട്? ഒരു അന്വേഷണവും ഇല്ല. രജിസ്റ്റേർഡേ അല്ല.
രജിസ്ട്രേഡ് അല്ല. അതുകൊണ്ട് ആരോടും സമാധാനം പറയേണ്ട കാര്യമില്ല. FCRA ബാധകമല്ല അവർക്ക്. RSS നിങ്ങൾ മനസ്സിലാക്കേണ്ട സൈനിക സ്കൂൾ പോലെ അവർ പിടിച്ചെടുക്കാൻ നോക്കുകയാണ് ഇപ്പം രാജ്യത്തിലെ. ഈ ഉത്തരേന്ത്യയിലൊക്കെ മിക്കവാറും സ്കൂളുകൾ നടത്തുന്നവരാണ്. അവർക്ക് എത്ര ഫോറിൻ ഫണ്ടിങ് വരുന്നുണ്ട്? അതിന് നിയന്ത്രണമൊന്നും വേണ്ട, FCRA വേണ്ട. പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ നല്ല NGOകൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ചാരിറ്റി രംഗത്തുമൊക്കെ നന്നായിട്ട് പ്രവർത്തന ശേഷിയുള്ള NGOകൾ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി FCRA ബില്ല്. അതിലും എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കണക്കിൽ എന്തെങ്കിലും തെറ്റോ പാളിച്ചോ എപ്പോഴും കണ്ടാൽ അതിന് ടേക്ക് ഓവർ ചെയ്യാനുള്ള അധികാരം, ആ സ്വത്തുക്കളെ ടേക്ക് ഓവർ അധികാരം കൂടി കൊടുത്തുകൊണ്ടുള്ള ബില്ലാണ് ആ ബില്ല്. എല്ലാവരും എതിർത്തു, ശക്തമായി എതിർത്തു. ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നു. പക്ഷേ അത് JPCക്ക് വിട്ടിട്ടുണ്ട്. JPCയിലും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും. JPCയിൽ പങ്കാളികളാവും. JPCയിൽ പങ്കാളി. ഇത് ഈ കാര്യങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്നതല്ല. ആ കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായി എതിർക്കാനാണ് പാർട്ടി തീരുമാനം.